നല്ലൊരു ശുഭദിനാശംസിക്കാണ്. നമുക്ക് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഒരു പ്രത്യേക ഒരു എന്താ പറയാ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട തന്നെയാണ്. അപ്പൊ നമ്മളിപ്പോ എല്ലാവരും ഇതിലിരിക്കുന്ന എല്ലാവരും ഒരു റിലേഷനിൽ പെട്ടിരിക്കുകയാണല്ലേ. നമ്മള് വീക്കിന്റെ ഒരു റിലേഷനിലൂടെ എല്ലാവരും ഇതായിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു സുദിനത്തിലേക്ക് നമുക്ക് ഇത്രയും നല്ലൊരു ടോപ്പിക്കിലേക്കും കൂടി നമുക്ക് ഇന്നത്തെ ദിവസം എത്തിയിരിക്കുകയാണ്. നമുക്ക് ഏതായാലും ഡോക്ടർ സാഗർ ജോഷി സാറിനെയും കൂടി മനസ്സിൽ ഓർത്ത് ജഗദീശ്വരനോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓക്കെ, ഞാന് എന്നെ പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താം. എന്റെ പേര് സരിത. ഞാൻ കാക്കനാട് പടമോളാണ് താമസിക്കുന്നത്. വീട്ടില് ഹസ്ബൻഡ് 2 കുട്ടികളാണ് ഉള്ളത്. എന്നെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് കളമശ്ശേരിയിലെ യൂനസ് സാറാണ്. യൂനസ് സാറ് സപ്പോർട്ട് ചെയ്ത് നല്ലൊരു ഇതിലേക്ക് എനിക്ക് വരാനും ഏൺ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു ഇതിലേക്ക് ഞാൻ വന്നത്. കാരണം അത്ര നല്ല പ്രൊഡക്റ്റും അത്ര നല്ല പ്രോജക്റ്റുമാണ് നമ്മുടെ. അപ്പൊ നമ്മളെല്ലാവരും തന്നെ ഇത് വാങ്ങുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുമോ, അല്ലെങ്കിൽ ആകൊരു എന്താ പറയാ ഒരു ഇതിലായിരിക്കും മേടിക്കുക. ഇപ്പൊ നമ്മൾ പോകുന്നിടത്തെ അവസ്ഥ നമുക്കറിയാലോ. ആ അവസ്ഥയായിരിക്കും നമ്മുടെ അടുത്തേക്ക് വന്ന ലീഡർമാർക്ക് ഉണ്ടായിട്ടുണ്ടാവുക. നമ്മളും ഇതുപോലെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എങ്കിൽ പോലും എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ് യൂനസ് സാറ്. അപ്പൊ അവരിവിടെ കൊണ്ടുവന്ന് നമ്മളധികം ഇതൊന്നും ചോദിക്കാനും പറയാനൊന്നും നിന്നില്ല. നമ്മളെ പ്രോഡക്റ്റ് നമ്മുടെ ആ ഒരു ഇന്നത്തെ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് തന്നെ റിലേഷൻ, അതിന്റെ പേരിൽ നമ്മൾ അത് വാങ്ങി. അപ്പൊ എനിക്ക് ഇങ്ങനെ സന്ധിവാതവുമായി ബന്ധപ്പെട്ട് ഞാൻ 10-18 വർഷത്തോളം മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ്. എന്താ പറയാ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ കിടന്ന് പോയൊരു വ്യക്തി കൂടിയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഇത് കൊണ്ടുവന്നപ്പോ നമ്മളിത് വിശ്വസിച്ചിട്ടൊന്നല്ല മേടിച്ചത്. ആ ഒരു റിലേഷന്റെ പുറത്ത് അങ്ങനെ മേടിച്ച് ഉപയോഗിച്ചു. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് നല്ല ഹെവി റിസൾട്ട് തന്നെയാണ് കിട്ടിയത്. എന്റെ പഴയ ഫോട്ടോ, അതായത് ഇത് ഉപയോഗിക്കുന്ന ടൈമിലുള്ള ഫോട്ടോ ഒക്കെ ഇതിലും കൂടുതൽ പേരും കണ്ടിട്ടുണ്ടാവും. അതും ഇപ്പോഴത്തെ ആളെയും കാണുമ്പോൾ നല്ലോണം അറിയാൻ പറ്റും അതെന്തോരം മാറ്റത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അതുപോലെ അപ്പൊ നമ്മളിപ്പോ ചെല്ലുന്ന സ്ഥലത്ത് ഇതുപോലെയൊന്നുമല്ല, പെട്ടെന്നൊന്നും അവർ മേടിക്കൂല. അവർ കുറെ സംശയങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറയും. അപ്പൊ ചോദിക്കുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും അവരിപ്പൊ തന്നെ എടുത്തോളും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നും അവരെടുക്കൂല. നമ്മൾ പഠിച്ച പണി 18 ചെയ്ത് നോക്കണം അല്ലെ. പല സ്ഥലത്തും ഇപ്പൊ ഈ ഒരു എന്താ പറയാ 2-3-4 ദിവസമായിട്ട് നമ്മൾ ആ പണി തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് അറിയില്ല, ഈ പെരുന്നാളും കാര്യങ്ങളും ആയതുകൊണ്ടാണ് സെയിൽ കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. ഇനിയിപ്പൊ ഈ തിങ്കളാഴ്ച വിഷു വരാണ്, പിന്നെ ഈസ്റ്റർ വരാണ്. അപ്പൊ പറയാൻ കസ്റ്റമേഴ്സിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ റംസാന്റെ കാര്യമായിരുന്നു 1 മാസത്തോളം. അപ്പൊ ഇനി വിഷു പറയും, വിഷു കഴിഞ്ഞാൽ ഈസ്റ്റർ പറയും. അപ്പൊ മൊത്തത്തില് നമുക്ക് സെയിൽ എല്ലാവർക്കും ഒരു ഇതിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ റിലേഷനെ എത്രത്തോളം നമ്മൾ ആ റിലേഷൻ ഇതിലേക്ക് പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പലരോടും ചോദിച്ചാൽ ശരിക്കും നമ്മൾ റിലേഷനൊന്നും എടുത്തിട്ടില്ല. അതായിരിക്കും മിക്കവർക്കും പറയാനുണ്ടാവാന്നാണ് എനിക്ക് തോന്നണേ. നമ്മൾ പറയാൻ പറ്റുന്ന റിലേഷന്റെ അടുത്ത് കൂടി ഇത് പറഞ്ഞിട്ടുണ്ടാവില്ല ശരിക്കും. അത് കാരണം അവരെടുക്കുമോ, അല്ലെങ്കിൽ നമ്മളിത് പറഞ്ഞാല് അവരെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു ധാരണ കൊണ്ടാണ് ഞാനടക്കം പറയാത്തത്. പിന്നെ എനിക്കറിയാം നമ്മളുടെ ശരിക്കും അടുത്ത റിലേഷന്റെ അടുത്തൊക്കെ പറഞ്ഞാല് അവര് അത്ര കാര്യമായിട്ട് എടുക്കില്ലത്. കാരണം അവര് അല്ലെങ്കിൽ അവനെന്തോ സാധനം വിൽക്കാൻ കൊണ്ടുവന്നേക്കണാണ്, അത് നമ്മളെ കൊണ്ട് പിടിപ്പിക്കാനുള്ള പരിപാടിയാണെന്നാണ് അത്ര അടുത്ത റിലേഷനൊക്കെ ചിന്തിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവരോട് പറയാനും ഭയങ്കര നമുക്കൊരു മടി തന്നെയാണ്. കാരണം നമ്മളുടെ അടുത്തുള്ള ആൾക്കാരെ നമുക്കറിയാലോ, അവരെത്രത്തോളം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പറയാതിരിക്കുന്നവരും ഉണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് ആ ടോപ്പിക്ക് പറഞ്ഞു തരാനായിട്ട് നിട്ടൂരിന്ന് ഉള്ള സാറാണ് വന്നിരിക്കുന്നത്. നമ്മുടെ നാടൻ പാട്ടിന്റെ കുലപതി എന്നൊക്കെ നമ്മൾ പറയുന്ന സുധിച്ചേട്ടന്റെ ജ്യേഷ്ഠനാണ് അദ്ദേഹം. തന്നെയല്ല, അദ്ദേഹം ഒരു സർക്കാർ ജീവനക്കാരൻ കൂടിയാണ്. അപ്പൊ പാർട്ട് ടൈം ആയിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം നല്ലൊരു മോട്ടിവേറ്ററും നമ്മളോട് എപ്പോഴും കണ്ടാലും
നല്ല നന്നായിട്ട് സംസാരിച്ച് ഒരു കൂടപ്പിറപ്പിന്റെ പോലെ എപ്പോഴും കാണുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് ഒത്തിരി റിലേഷൻ ഉണ്ട്. ആ റിലേഷനെ എങ്ങനെ ഉപയോഗപ്പെടുത്തും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ അദ്ദേഹം കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് നാളായിട്ടുള്ളൂ ഇതിലേക്ക് വന്നിട്ട് എങ്കിൽ പോലും നല്ലൊരു അച്ചീവർ കൂടിയാണ്, നല്ലൊരു ഇൻകം ഏൺ ചെയ്ത വ്യക്തിയാണ്. അതൊക്കെ അദ്ദേഹത്തിന്റെ റിലേഷനിൽ കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മളോട് ഇന്ന് പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്കും അതുപോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എങ്ങനെ എത്തിപ്പെടാം എന്നതിനെ കുറിച്ച് കൂടിയാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമുക്ക് നല്ലൊരു ക്ലാസ് കേട്ടിരിക്കാനുള്ള ഒരു സുപ്രഭാതം കൂടിയാണിത്. എങ്ങനെയാണ് നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെയാണ് നമ്മൾ സെയിൽ റിലേഷനിൽ കൂടെ എടുക്കേണ്ടത് എന്നൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു തരാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സുനിൽ സാർ, പ്ലീസ് വെൽക്കം. ഓക്കെ, താങ്ക് യു. ഓഡിബിൾ ആണോ? അതെ അതെ അതെ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും വളരെ സ്നേഹം നിറഞ്ഞൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എന്തായാലും എന്നെ വളരെ മനോഹരമായി തന്നെ സരിത മേഡം പരിചയപ്പെടുത്തി. അതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഈ അവസരം അനുവദിച്ചു തന്ന മനോജ് സാറിനോടും നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഡാനി സാറിനോടും ഒക്കെയുള്ള കൃതജ്ഞത ഈ അവസരത്തിൽ അറിയിക്കുന്നു. എന്തായാലും ഇത്തരം മനോഹരമായിട്ടുള്ള, നമ്മളെല്ലാവരും ഹൃദയത്തോട് ചേർത്ത് പറയുന്ന, ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ ഈ അവസരത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന എൻ്റെ പ്രിയ സഹോദരൻ, നേരത്തെ സരിത മേഡം പറഞ്ഞതുപോലെ സുധി നെട്ടൂർ എന്ന് അറിയപ്പെടുന്ന എൻ്റെ സഹോദരൻ സുധിയോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. കാരണം ഒരു ജ്യേഷ്ഠൻ എന്ന നിലയിൽ വളരെ അധികാരത്തോടും അവകാശത്തോടും എൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് പറയുമ്പോൾ വേറെ രീതിയിൽ എടുക്കരുത്. കാരണം അദ്ദേഹം ഞാനും തമ്മിൽ കാണുന്നത് വളരെ കുറവാണ്. കാരണം ഇദ്ദേഹം നാടൻ പാട്ടും പരിപാടികളും മാർക്കറ്റിങ്ങും ഒക്കെ ആയി ഇറങ്ങിത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം വരും. ഞങ്ങൾ ടൈം തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുന്നത് കുറവാണ്. അപ്പോ ഇടയ്ക്ക് വീട്ടിൽ ഉള്ള സമയത്ത് വീട്ടിൽ വന്നിട്ട് ഈ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചൊക്കെ പറയും. അപ്പോ ജസ്റ്റ് മുറ്റതെന്ന് പറയണം, എനിക്കും തിരക്കുണ്ടാവും. ശരി, ഞാൻ എടുക്കാം, അത് നല്ലതാണ്, എന്റെ കാലിന് വെരിക്കോസ് വെയിൻ ഉണ്ടല്ലോ, അതിന് നല്ല റിസൾട്ടാണ് എന്നൊക്കെ പറയും. എനിക്കിനി ശ്വാസം മുട്ടൽ, ആസ്മ പ്രശ്നമുള്ളതാണ്, അപ്പോ അതിന് റിസൾട്ട് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ശരി ഞാൻ എടുക്കാന്നൊക്കെ പറയും. അങ്ങനെ പലപ്പോഴും ഞാൻ ഈ പ്രൊഡക്റ്റ് എടുക്കാതെ ഒഴിഞ്ഞു മാറിയൊരു വ്യക്തിയാണ്. പക്ഷെ പിന്നീട് ഇവരിൽ വന്ന മാറ്റങ്ങൾ കണ്ടിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയത്. ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്, ഇതിനു മുമ്പും ഞാനിത് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും പുതിയ ആളുകൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരം കാര്യം ഒന്നുകൂടി പറഞ്ഞു പോകാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഈ പ്രൊഡക്റ്റ് അമ്മയ്ക്ക് സുഖമില്ലാതെ ട്രിവാൻഡ്രത്ത് അഡ്മിറ്റ് ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ചപ്പോൾ ഒരു മാസം കൊണ്ട് അത്ഭുതകരമായ റിസൾട്ടാണ് എനിക്ക് വന്നു ചേർന്നത്. അതായത് എനിക്ക് ആസ്മ രോഗത്തിന് പൂർണ്ണ തോതിലുള്ള മാറ്റമുണ്ടായി. സ്ഥിരമായി ഇൻഹേലർ ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇൻഹേലർ ഉപയോഗിക്കാതെ ഇപ്പോൾ ജീവിക്കാൻ കഴിയുന്നു. മരുന്നുകൾ യാതൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റാൽ ഈ സമയത്ത് ഞാൻ 5 മണിക്ക് എന്നും എഴുന്നേക്കുന്ന ഒരാളാണ്. അതായത് ഒരു 2 മണിക്കാണ് രാത്രി കിടന്നുറങ്ങുന്നതെങ്കിൽ പോലും 5 മണിക്ക് ഞാൻ ഉണരും. പിന്നെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. ഞാനത് വർഷങ്ങളായിട്ടുള്ള ഒരു ശീലമാണ്. ആ ശീലം കിട്ടിയത് ഒരു 15-16 വർഷത്തിന് മുമ്പ് ചെയ്ത ഒരു കൺസെപ്റ്റിൽ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ 5 മണിക്ക് എഴുന്നേറ്റുള്ള ഒരു ശീലം, അത് പിന്നെ ജീവിതത്തിൽ അതൊരു എന്താ പറയുക, ജീവിതത്തിന്റെ ഭാഗമായി തീർന്നുകൊണ്ട്. അപ്പൊ ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോ ഞാൻ പറഞ്ഞു, ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടായി. ശ്വാസം മുട്ടൽ, ആസ്മ രോഗം മാറി. ഷുഗർ 280-ലധികം ഉണ്ടായി, അത് മാറി. എപ്പോഴും ക്ഷീണിത ഭാവമായിരുന്നു, അത് മാറി. നല്ല എനർജറ്റിക് ആയി. പിന്നെ തുമ്മൽ മാറി. വെരിക്കോസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അത് പൂർണ്ണമായിട്ടും മാറി. നല്ല സുഖകരമായ അവസ്ഥ, കാല് സൂപ്പറായി കൊണ്ടിരിക്കുന്നു.
അങ്ങനെ വീട്ടിൽ വൈഫിന് നല്ല റിസൾട്ട് ഉണ്ട്. മകൾക്ക് മൈഗ്രെയിൻ തലവേദന ഉണ്ടായത് മാറി. വീട്ടിലെ അച്ഛനും എൻ്റെ അനിയനും എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ബോയട്ടോറിയം എന്നുള്ളത്. വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അപ്പൊ എനിക്കിപ്പോ എന്നിൽ അർപ്പിതമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ബിസിനസ് രംഗത്തേക്ക് കടന്നു വന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇപ്പൊ പല ആളുകൾക്കും ഒരു തോന്നലുണ്ട്, അയ്യോ എന്റെ ലിസ്റ്റിലുള്ള ആൾക്കാരെല്ലാം തീർന്നു, ഇനി ആരെ പോയി കാണും. ഞാൻ ഒരുപാട് പേരെ മീറ്റ് ചെയ്തു, അതിൽ കുറെ അധികം പേര് ബിസിനസ്സിലേക്ക് കടന്നു വന്നു, അവരിൽ പലരും നന്നായി വർക്ക് ചെയ്യുന്നില്ല, പലരും സൂമിലേ കയറുന്നില്ല, ഞാനിനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് പലർക്കും വളരെയധികം ആശങ്കകൾ ഉണ്ടാക്കുന്ന സംഗതികൾ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നാം ഒരു കാര്യം ഓർക്കണം, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഇപ്പൊ ഒരു 50 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര ആളുകളുമായി ബന്ധമുണ്ടാവും? അല്ല ഒരു 20-25 വയസ്സുള്ള ആൾക്ക് എത്ര ആളുകളുമായി ബന്ധമുണ്ടാവും? അല്ലേ? ചിലപ്പോൾ നമുക്ക് 1000, 2000, 5000-ത്തിൽ മേൽ ആൾക്കാരുമായി ബന്ധമുള്ളവരുണ്ടാവും. അല്ലെ? ഒരു 50 വയസ്സിൽ മേലുള്ള ആൾക്കാർ 10,000 ആളുകളുമായിട്ട് ബന്ധമുണ്ടാവും, റിലേഷൻഷിപ്പുകൾ ഉണ്ടാവും പല തലത്തിൽ. എങ്ങനെയാണ്? നമ്മളൊന്ന് നമ്മുടെ ബന്ധുക്കള്, നമ്മുടെ സുഹൃത്തുക്കള്, നമ്മുടെ ഭാര്യയുടെ ആളുകള്, നമ്മുടെ ബന്ധുക്കള്, അല്ലെ? അങ്ങനെ നോക്കിയാൽ നാനാ തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. പക്ഷെ ഈ ബന്ധങ്ങളെല്ലാം നമ്മൾ എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് പ്രയോജനപ്പെടുത്തുന്നത്? ആ ബന്ധങ്ങളിലെല്ലാം നല്ലതും, എല്ലാത്തിലും നല്ലതുകൊണ്ട് ചീത്തതുണ്ട്. എല്ലാവരും നല്ല ആളുകളാണ്. പക്ഷേ നമുക്ക് ഈ ബിസിനസ്സിൽ പ്രയോജനകരമായി എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ആളുകളാണ് നല്ലത്. നമുക്കറിയാം, ഈ രംഗത്ത് കടന്നു വരുന്ന സന്ദർഭത്തിൽ നമ്മൾ നിരവധിയായിട്ടുള്ള സൂം മീറ്റിങ്ങുകൾ, ഫിസിക്കൽ മീറ്റിങ്ങുകൾ, ട്രെയിനിങ്ങുകൾ, 1 ഡേ ട്രെയിനിങ്ങുകൾ, 2 ഡേ ട്രെയിനിങ്ങുകൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള ട്രെയിനിങ്ങുകൾ പങ്കെടുത്തുകൊണ്ട് ഒരു നെറ്റ്വർക്ക് ഡയറക്ട് മാർക്കറ്റിംഗ് രംഗത്ത് എങ്ങനെ പ്രവർത്തിക്കണം എന്ന്, അല്ലെങ്കിൽ എങ്ങനെ ഇത് ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ഇതിനകത്ത് മാൻ പവർ ആണ് വേണ്ടത്, ആളുകളാണ് വേണ്ടത്. അപ്പൊ ഈ ബന്ധങ്ങളെ ഉപയോഗപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ ബിസിനസ്സിനെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. അപ്പൊ എന്റെ ചെറിയ ചെറിയ അനുഭവങ്ങൾ ഞാൻ പറയാം. ഈ രംഗത്ത് ഒരുപാട് കഴിവുകളുള്ള ഒരാളോ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളൊന്നുമല്ല. എനിക്ക് കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ അറിവുകളാണ്. ഇന്നലെ ഒരു എന്താ പറയുക, ഒരു പാലക്കാടുള്ള ഒരു വെടിക്കെട്ടിന്റെ പേര് ഞാൻ മറന്നുപോയല്ലേ. ഒരു വെടിക്കെട്ട് പൂരം കഴിഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്നിപ്പോ അതിന്റെ ബാക്കി പത്രം ഇന്ന് നമുക്ക് ആന്റോൺ ഹാളിൽ ഒരു ട്രെയിനിങ് ഉണ്ട്, വിനോദ് സാറിന്റെ. ഒരു ബിസിനസ്സിൽ ഡയറക്ട് മാർക്കറ്റിൽ എങ്ങനെ ഒരു അച്ചീവർ ആകാം, എങ്ങനെ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് നമ്മൾക്ക് എങ്ങനെ വലിയ വലിയ ലെവലിലേക്ക് ഉയർന്നു പോകാമെന്ന് തെളിയിച്ച വ്യക്തിയാണ് അദ്ദേഹം. അഭിലാഷ് സാറുണ്ട്, സുധീർ സാറുണ്ട്, ഡാനി സാറുണ്ട്, നമുക്കറിയാം മനോജ് സാറിനെ പോലുള്ള, ഇവിടെ ഈ സൂമിൽ പങ്കെടുന്ന സജീവ് സാറിനെ പോലുള്ള, ജയ്മൺ സാറിനെ പോലുള്ള, യൂനസ് സാറിനെ പോലുള്ള, സരിത മാഡത്തിനെ പോലെയുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇപ്പൊ വേളൂർ ചാക്കനെ പോലെ സാർ, ഭാസ്കരൻ സാർ, ഇതിനകത്ത് കാണുന്ന ഗീത മാഡം ഉണ്ട്. അവരെല്ലാം ഈ ബിസിനസ്, ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല എന്നുള്ളതുകൊണ്ട് വിഷമിക്കരുത്. അവരെല്ലാം ഓരോരുത്തരും ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന രീതികൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്കറിയാൻ കഴിയും. അവരുടെ ബന്ധങ്ങൾ തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ബന്ധങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം? കഴിഞ്ഞ ദിവസം, ഇന്നലെ ഒരു സംഭവമുണ്ട്. ഞാനും അഭിലാഷം, ഞാൻ രാവിലെ ജോലിക്ക് പോയ ഒരാളാണ്. ജോലിക്ക് പോകുമ്പോൾ ഞാനൊരു 5 ദിവസം കൊണ്ട് പരിചയപ്പെട്ട ഒരാളെ 5-ാം ദിവസം ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. ആ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന വ്യക്തി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, പെരുമ്പാവൂർ എന്നുള്ള സലീം. എൻ്റെ പ്രിയ സുഹൃത്ത് സിറാജ് മുഖാന്തരം പരിചയപ്പെട്ട 5-ാം ദിവസം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ അഭിലാഷ് സാറിനെയും കൂട്ടി ശങ്കേഷ് ജിയും കൂട്ടി പോയി എന്നുള്ളത് വെച്ചാല്, നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞത്, സലീമെ, ഞാൻ യഥാർത്ഥത്തിൽ പെരുമ്പാവൂരുണ്ട്, നെട്ടൂരെന്നാ പറയണത്. സത്യത്തിൽ നെട്ടൂരെന്നാ വിളിക്കണത്.
സലീം, ഞങ്ങളിപ്പോ പെരുമ്പാവൂരുണ്ട്. ഒരു അത്യാവശ്യമായ കാര്യത്തിന് വേണ്ടി വന്നതാണ്. സലീമിന്റെ വീട് വരെ ഒന്ന് വന്നിട്ട് പോരാമെന്ന് കരുതി. അതിനെന്താ സുനിച്ചേട്ടാ, വന്നോളൂ, എന്നാൽ ലൊക്കേഷൻ ഒന്ന് അയക്കാൻ പറഞ്ഞു. ലൊക്കേഷൻ അയച്ചു. ഞങ്ങൾ ഇവിടുന്ന് പിടിപ്പിച്ച് പെരുമ്പാവൂരേക്ക്. പക്ഷെ ആ പെരുമ്പാവൂര് പോയി, സലീം ഇതിനകത്തുണ്ടോ എന്നറിയില്ല. സലീം പെരുമ്പാവൂര് പോയി, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടു, സംസാരിച്ചു. നമുക്കറിയാം ഇന്നലെ വിനോദ് സാർ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി അവിടെ അവലംബിച്ചു. റാപ്പ് അഭിലാഷ് സാറിനെ പരിചയപ്പെടുത്തി, റാപ്പ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെയുള്ള നമുക്കറിയാം, പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയാമല്ലോ. അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു. അപ്പൊ ഈ ബിസിനസ് പ്രസന്റ് ചെയ്ത സന്ദർഭത്തിൽ അദ്ദേഹത്തിന് പുറം വേദനയൊക്കെയുള്ള കാര്യം എനിക്കറിയാം. അദ്ദേഹത്തിന്റെ വൈഫിന് അപ്പൊ വെരിക്കോസ് വെയിന്റെ പ്രശ്നം, 75,000 രൂപ സർജറി പറഞ്ഞിരുന്നതാണ്. അത് അവിടെ ചെന്നതിന് ശേഷമാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് ഇതെല്ലാം അറിയണത്. സലീമിന്റെ മുതുകുവേദന എനിക്കറിയാമായിരുന്നു. പക്ഷെ ഇതെല്ലാം പറയുമ്പോൾ പരസ്പരം രണ്ടുപേരും നോക്കുന്നുണ്ടായി. അവര് ഫാമിലി പാക്ക് എടുത്ത് വാങ്ങി സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ കുറെ കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് നല്ല റിസൾട്ടായി. ആഴ്ചയിൽ 2,500 രൂപ പുള്ളിക്ക് പുറം വേദനക്ക് മസാജിങ്ങിന് വേണം. അപ്പൊ 4 മസാജിങ്ങിന് 10,000 രൂപ ലാഭം. വൈഫിന് 75,000 രൂപ സർജറി പറഞ്ഞിട്ടുണ്ടായി, അത് ഒഴിവായി കിട്ടി വെരിക്കോസ് വെയിന്റെ. അപ്പൊ എത്രയും ലാഭം? 1,00,000 താഴെ. മനസ്സിലായ? പക്ഷേ ഒരു രസകരമായ സംഭവം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു മറ്റൊരു സുഹൃത്തായിട്ടുള്ള നൗഷാദിനോടും പരിചയപ്പെടുത്തിയ സിറാജിനോടും സലീം വിളിച്ചു പറഞ്ഞ്, സുനിച്ചേട്ടൻ എന്ത് ചതിയാണ് ചെയ്തത്. പരിചയപ്പെട്ടിട്ട് 5-ാം ദിവസം പെരുമ്പാവൂരുണ്ട് എന്ന് പറഞ്ഞ് എന്റെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ് ഞാൻ സ്വാഭാവികമായിട്ടും വീട്ടിലേക്ക് ക്ഷണിച്ചു. ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞ് അയച്ചു കൊടുത്തു. നേരെ വീട്ടിലേക്ക് ഒരു അഭിലാഷിന്റെ ഒരു ആളെ പേര് പറഞ്ഞപ്പോ അന്നേരം പറഞ്ഞ ആളെയും കൂട്ടി, രണ്ടുപേരെയും കൂട്ടി വന്ന് പറഞ്ഞ് എന്നെ പെടുത്തിക്കളഞ്ഞു. ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് പോയി. സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് എന്നെ പെടുത്തിക്കളഞ്ഞു. 16,500 രൂപ. ഞാൻ പിന്നെ സുനിച്ചേട്ടനുള്ള ബന്ധം കൊണ്ട് പൊക്കോട്ടെ, 16,500 പൊക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ വലിയൊരു ചതിയായി പോയി എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് കിട്ടിയ സൂപ്പർ റിസൾട്ടുകൾ, ഇന്നിപ്പോ അദ്ദേഹം ഒരു ദിവസം ഒരു കുറഞ്ഞത് ഒരു 5-10 ആളുകളോട് ഈ ബിസിനസിനെ സംബന്ധിച്ച് പറയാതെ കിടന്നുറങ്ങില്ല. കാരണം അദ്ദേഹം വളരെയധികം ഈശ്വര വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. വലിയൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരു മനുഷ്യനാണ്. ഒരുപാട് തലങ്ങളിൽ പ്രവർത്തിച്ചു എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. വർഷങ്ങളോളം ഗൾഫ് നാടുകളിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. വലിയൊരു ബിസിനസ് മാഗ്നറ്റ് ആണ്. അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ 100 നാവാണ് എനിക്ക്. കാരണം ഒമാനിൽ നിന്ന് വരുന്ന ഒമാൻ രാജാവ് ഒരു 5 തവണ വന്നപ്പോഴും ഈ സലീമിന്റെ കെയർ ഓഫിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് ഡയറക്റ്റ് ഭരണകൂടത്തെ അറിയിച്ചുകൊണ്ട് വന്നാൽ പോലീസും സെക്യൂരിറ്റിയും എല്ലാം വേണ്ട ഒരാളാണ്. സലീം ഒരു ഫെസിലേറ്റർ ആണ്, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് വരുന്ന റിച്ചസ്റ്റ് ആയിട്ടുള്ള ഗൾഫ് കൺട്രീസ് എന്നുള്ള റിച്ചസ്റ്റ് പേഴ്സൺസ് ആണ് വരുന്നത്. ഏത് അറബി വന്നാലും പുള്ളി പ്രസന്റ് ചെയ്യും, എല്ലാ കാര്യങ്ങളും പറഞ്ഞ്. ഞാനോ അഭിലാഷോ പോയി, സുധി സാറോ പോയി ആ പ്രൊഡക്റ്റ് കൊടുത്താൽ മാത്രം, ഹാൻഡ് ഓവർ ചെയ്താൽ മാത്രം മതി. കൃത്യമായിട്ട് പുള്ളി കൺവിൻസ് ചെയ്യും. ഇന്നലെ നെട്ടൂരുള്ള ഒരു 3 സ്റ്റാർ ഹോട്ടൽ, ഷുഗർ ഹോട്ടലിൽ വെച്ച് ഒമാനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അറബിക്ക് നമുക്ക് ഒരു ഫാമിലി പാക്ക് പ്രൊഡക്റ്റ് അദ്ദേഹം സെയിലാക്കി നമ്മളൊന്ന് കൊണ്ട് കൊടുത്തു. ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ പാർക്കിങ്ങിൽ വന്ന് നിന്ന ഒരു ഷെമീർ എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹം പരിചയപ്പെട്ടു. അപ്പൊ അതിനു മുമ്പ് ഞങ്ങൾ ഒരു അറബിക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ പോയ സന്ദർഭത്തിൽ ലേക്ക് ഷോറിന്റെ ഫ്രണ്ടിൽ വെച്ച് ഒരു സാംസങ് എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തുള്ള ഒരാളെ ഞങ്ങൾ പരിചയപ്പെട്ടു. ഞാൻ പരിചയപ്പെട്ടു, നമ്പർ വാങ്ങിച്ചു, പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് പറഞ്ഞു. അദ്ദേഹം പ്രൊഡക്റ്റ് വേണം. ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്, ഒരു സിമെന്റ് കടയിൽ ജോലി ചെയ്യുന്ന ഒരു മജീദ് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. മജീദിന്റെ മാറ്റം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സുനിലെ, അതുകൊണ്ട് എനിക്കും ഈ പ്രൊഡക്റ്റ് വേണം. പുള്ളി ഒരു കോൺട്രാക്ടർ ആണ് എന്ന് പറഞ്ഞു. ആ നമ്പർ, സാംസങ്ങിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഈ സാംസൺ അവിടെ വെച്ചിട്ട് സലീം കണ്ടു, സംസാരിച്ചു. ആ വേദന ഇപ്പൊ സലീമെ ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു നിൽക്കുമ്പോ വേദന നന്നായിട്ട് മാറി, പുറം വേദന ഉണ്ടായ വേദന മാറി എന്ന് പറഞ്ഞപ്പോ പാർക്കിങ്ങിൽ അവിടെ വന്ന ഈ ഷമീർ എന്ന് പറഞ്ഞ വ്യക്തി കേട്ടു, വേദന മാറിയോ? എവിടെ വേദന? വേദന മാറിയോ? എന്താണ് ഇത് പ്രൊഡക്റ്റ്? അപ്പൊ പുള്ളിക്കാരൻ ഉടനെ ഫോൺ ചെയ്തു, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ പറ്റി. അപ്പൊ തന്നെ സലീം അപ്പൊ തന്നെ റിസ്റ്റ് ബാൻഡ് ഒക്കെ കയ്യിൽ നല്ല
റിസ്റ്റ് ബാൻഡ് ഉണ്ട് പുള്ളിയുടെ, കളർഫുൾ റിസ്റ്റ് ബാൻഡ് ആണ്. അത് കണ്ട ആള് ചോദിക്കും, നല്ല വെളുത്തുള്ള ഒരു മനുഷ്യനാണ്. അത് എന്താണ് ഇതെന്ന് ചോദിച്ചാൽ അവിടെ വിശദീകരിച്ച് ഡെമോ കൊടുക്കും. കാറിന് ഇടയിലാണ് ഹോട്ടലിൽ അവിടെ ചെന്നിട്ട്. അപ്പൊ ഈ ഷമീർ എന്ന് പറയുന്ന വ്യക്തി 5 ദിവസമായി, ഇന്നലെ വരെ 5 ദിവസമായിട്ട് ഒരു പോളെ കണ്ണടക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ്. കാരണം പുള്ളിക്ക് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായിട്ട്, ഒരു തലശ്ശേരിക്കാരനാണ്. എറണാകുളത്ത് ഇപ്പോൾ ബിസിനസ്സുകളുണ്ട്, കാർ അക്സസറീസ്, ഗൾഫ് നാടുകളിൽ ഒരുപാട് ബിസിനസ് ഉണ്ട്. ഒരുപാട് വർഷം ഗൾഫിലുണ്ടായ ഒരു വ്യക്തി തന്നെയാണ് സലീമിനെ പോലെ. അപ്പൊ അദ്ദേഹം ഭയങ്കര അട്രാക്റ്റീവ്. അദ്ദേഹം 5 ദിവസം തുടങ്ങിയിട്ടുള്ള പുറം വേദന, കഴുത്തിന്റെ പുറകുവലി, പുള്ളിക്കാരൻ തിങ്കളാഴ്ച സർജറി പറഞ്ഞിരിക്കുകയാണ്. കാരണം വലിയൊരു ആക്സിഡന്റിനായിട്ട് 4 5 സർജറികൾ ചെയ്ത് സ്റ്റീലാണ് കംപ്ലീറ്റ് ഇട്ടിരിക്കുന്നത്. അതിനനുഭവിച്ച വേദന ഒന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. ഞാനും അഭിലാഷും പോയി സംസാരിച്ചപ്പോൾ പറയുന്ന ആ വേദന അല്ല, എനിക്കിപ്പോ കഴുത്തിന് പുറകിലുള്ള വേദന, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് എല്ലാവരോടും വളരെയധികം ദേഷ്യമാണ് തോന്നുന്നത്, ഞാൻ ആത്മഹത്യയുടെ വക്കീലാണ്, ഞാൻ പലവട്ടം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതാണ്, എന്തെങ്കിലും ഈ വേദന കുറവുണ്ടായിരുന്നെങ്കിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ പ്രിയപ്പെട്ട അഭിലാഷി വളരെ വ്യക്തമായി, വളരെ ലളിതമായി ഒരു 5 മിനിറ്റ് കൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു മനസ്സിലാക്കി, പ്രൊഡക്റ്റിന്റെ മാഹാത്മ്യത്തെ പറ്റി പറഞ്ഞു മനസ്സിലാക്കി അദ്ദേഹവും പ്രൊഡക്റ്റ് വാങ്ങി. ഞങ്ങളൊരു പ്രാർത്ഥനയോടുകൂടി ആ പ്രൊഡക്റ്റ് അദ്ദേഹത്തിന് കൈമാറി. ദൈവമേ, ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അദ്ദേഹത്തിന് ഒരു രാത്രിയെങ്കിലും കിടന്നുറങ്ങാൻ കഴിയണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഇന്നലെ വന്നത്. ഇന്നലെ ഉറങ്ങുന്നതിന് മുമ്പും ഞാനും അഭിലാഷിയൊക്കെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് കിടന്നുറങ്ങിയിട്ടുള്ളത്. കാരണം അദ്ദേഹം പറഞ്ഞത് ഇതാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ ഇങ്ങനെ സലീം അങ്ങനെ പരിചയപ്പെടുത്തി, ആ സലീമിനൊക്കെ പറഞ്ഞപ്പോ സലീമിന്റെ കെയർ ഓഫിൽ അറബിക്ക് ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് വന്നാണ്. ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് ആ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്നറിയോ, സലീം ഇല്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, അറബികൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഞാൻ വന്നോളാം. കാരണം ഞാൻ വർഷങ്ങളോളം 3ഓളം ഗൾഫ് കൺട്രികളിൽ ജോലി ചെയ്യുകയും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വരാം. കഴിഞ്ഞിറങ്ങിയപ്പോ അഭിലാഷ് എനിക്ക് ക്ഷയിക്കാൻ എന്താ പറയണ, ചേട്ടാ ഈ വന്നേക്കണ വ്യക്തി കോടിക്കണക്കിന് രൂപ നമുക്ക് ഈ ബിസിനസ്സിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് കേട്ടാ വന്നേക്കണതും. മനസ്സിലായ മനസ്സിലായ ഒരു റിലേഷൻഷിപ്പിലൂടെ കൊണ്ടുവന്ന ബിസിനസ്സാണ്. വെറും 5 ദിവസം കൊണ്ട് പരിചയപ്പെട്ട സലീമിനെ വീട്ടിൽ പോയി ബിസിനസ് കൊടുക്കാൻ കാണിച്ച ഒരു മനസ്സ്. സലീം ആരാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ആരെയാണ് ഈ ബിസിനസ്സിൽ നമുക്ക് കൊണ്ടുവരേണ്ടത്? നമുക്ക് പ്രൊഡക്റ്റ് സെല്ലിംഗ് ആണോ നടത്തേണ്ടത്? നമ്മൾ പലപ്പോഴും ഷുഗർ രോഗികളെ തേടി പോകും, വെരിക്കോസ് വെയിനുള്ള തേടി പോകും, അല്ലേ? അങ്ങനെ നമുക്ക് പ്രൊഡക്റ്റ് സെല്ലിംഗ് ആണ് പലരും ഇവിടെ നടത്തുന്നത്. പ്രൊഡക്റ്റ് സെല്ലിംഗ് നടത്തണം, നമുക്ക് വരുമാനം വേണം. ആ വരുമാനം കാണിച്ചുകൊണ്ട്, നമ്മുടെ ഏണിങ്സ് കാണിച്ചുകൊണ്ട് നമുക്ക് പലരെയും ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതോടൊപ്പം ഈ ബിസിനസ് നന്നായി ചെയ്യാൻ കഴിയാവുന്ന ബന്ധങ്ങളുള്ള, കഴിവുകളുള്ള, നമ്മളേക്കാൾ കഴിവും സാമർഥ്യമുള്ള വ്യക്തികളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. ഒരു 35 വർഷം മുമ്പ് ഞാൻ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ 1989 ജോലി ചെയ്തിരുന്ന അവസരത്തിൽ, ഞാൻ മുമ്പ് പറഞ്ഞിട്ട് 16ാമത്തെ വയസ്സിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായി എറണാകുളത്തിന്റെ നഗരത്തില് ജോലി ചെയ്തു തുടങ്ങിയ 13 മാസം സെക്യൂരിറ്റിയായി ജോലി ചെയ്തു. എന്റെ അമ്മാവൻ മുഖാന്തരം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഞാൻ ജോലിക്ക് കയറി. ആ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ 3.5 വർഷക്കാലം ജോലി ചെയ്ത സന്ദർഭത്തിൽ തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തി, ലെജൻഡ് ആയിട്ടുള്ള വ്യക്തി, എല്ലാവരും കഴിവുള്ളവരാണ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും കഴിവുള്ളവരാണ്, കഴിവുകളുള്ള ആളുകൾ തന്നെയാണ്. അപ്പൊ സുരേഷിനെ ബിസിനസ്സിൽ കൊണ്ടുവന്നാൽ, ഇദ്ദേഹം ഈ ബിസിനസ് മനസ്സിലാക്കിയാൽ സൂപ്പറായിട്ട് ഈ രംഗം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരാളാണെന്ന് എനിക്ക് കത്തി. അങ്ങനെ ഒരു മാസങ്ങളോളം പ്ലാൻ ചെയ്ത് സുരേഷിന് കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ 25,000-ൽ പരം ആളുകൾ പങ്കെടുത്ത വിനോദ് സാർ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിൽ, വിനോദ് സാറിന്റെ ലീഡേഴ്സ് ഉൾപ്പെടെ നടത്തിയ മെഗാ പ്രോഗ്രാമിൽ ഒരു എക്സ്പീരിയൻസ് പറയാനുള്ള ഒരു അവസരം എനിക്കും കിട്ടി. ആ പ്രോഗ്രാമിലേക്ക് ഞാൻ സുരേഷിനെ കൊണ്ടുവന്നു. കാര്യം പറയാതെ, നുണ പറയാതെ കൊണ്ടുവന്നു. എന്റെ പ്രസന്റേഷനും എന്റെ രീതികളും കണ്ടു. ഞാൻ ബിസിനസ്സിൽ ഫുൾ ടൈം ഇറങ്ങിയേക്കണം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് ഇതിനെന്തോ കഴമ്പുണ്ട്, കാമ്പുണ്ടെന്ന് മനസ്സിലായി. കാരണം അന്നും ഒരു 2000-ൽ ഒരു 35,000-40,000 സാലറി വാങ്ങി ഒരു ലീഡർഷിപ്പ് പൊസിഷനിൽ നിന്ന് വല്ലപ്പോഴും എനിക്ക് ജോലി ചെയ്താൽ മതി,
അങ്ങനെ ഒരുപാട് രംഗങ്ങളിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ളക്ക് നല്ലൊരു സാലറി ജോലി നിൽക്കുമ്പോൾ ആ ജോലി റിസൈൻ ചെയ്ത് രംഗത്തിറങ്ങി ഞാൻ. അങ്ങനെ സുരേഷ് കടന്നു വന്നു. സുരേഷിനെ ബിസിനസ് പഠിപ്പിച്ചു, കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് പയ്യെ പയ്യെ പഠിപ്പിച്ച് ബിസിനസ് പഠിപ്പിച്ച് സുരേഷ് മുഖാന്തരം തിരുവനന്തപുരത്തുള്ള ഡോക്ടർ രഞ്ജിത്ത് എന്ന വ്യക്തിയെ പറ്റി പറഞ്ഞു. ആ രഞ്ജിത്ത് വന്നാൽ ഈ ബിസിനസ്സിൽ അദ്ദേഹം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഇന്ന ആളാണ്, പുള്ളിയുടെ പെങ്ങളുടെ മകളെ കല്യാണം കഴിച്ചിരുന്ന ഒരാളാണ്. അങ്ങനെ രഞ്ജിത്ത് സാറിനെ പ്ലാൻ വിത്ത് വർക്ക് നമ്മൾ പ്ലാൻ ചെയ്തു, വിത്ത് വർക്ക് ചെയ്തു. അദ്ദേഹത്തിനെ പോയി കണ്ടു. ലീഡേഴ്സിനെ എല്ലാം, വിനോദ് സാറിനെ, അഭിലാഷ് സാറിനെ, സേതു സാറിനെ, ആന്റണി ബാവ എന്ന് പറഞ്ഞ സാറുണ്ട്, ആ സാറിനെ ഉൾപ്പെടെ കൊണ്ടുപോയി സ്റ്റെപ്പായി കൊണ്ടുപോയി അവിടെ രഞ്ജിത്ത് സാറിനെ എല്ലാ ദിവസവും വിളിക്കുകയും കാണുകയും പോവുകയും ചെയ്ത് ട്രെയിനിങ്ങുകൾ കൊടുത്ത് ഇനീഷ്യൽ വർക്കുകൾ കംപ്ലീറ്റ് കൊടുത്ത് 1500-ൽ പരം ആളുകൾ ഉള്ള ഒരു ടീമിനെ അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റി. തിരുവനന്തപുരത്ത് പല ആളുകൾക്കും ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പ്രയാസമുള്ള ഒരു സ്ഥലത്ത് ഈസി ആയിട്ട് നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. രഞ്ജിത്ത് സാറ് അന്ന് ആ കൺസെപ്റ്റിൽ 10 പേരോട് കൺസെപ്റ്റ് പറഞ്ഞാൽ 8 പേരും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. അത്രയും കഴിവുള്ള ഒരുപാട് നിരവധി ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള, നിയോഡീമിയത്തെ പറ്റി ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ഏകദേശം ഒരു 10-15 ലക്ഷം രൂപയോളം പ്രതിമാസം വരുമാനമുള്ള ഒരു ട്യൂഷൻ ടീച്ചറാണ്. മീൻസ് അദ്ദേഹം ചെന്നൈ IIT സെക്കൻഡ് റാങ്ക് ഹോൾഡറായിട്ട് പോന്നിട്ട് ഒരു പ്രൊഫസറായി ജോലി ചെയ്യുന്നു. ജോലിക്ക് ലീവ് വെച്ചിട്ട് വീട്ടിൽ 1000-ഓളം ആളുകൾക്ക്, കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കും. അതിൽ നിന്നുള്ള വരുമാനം വലിയ ലെവല്, ഒരുപാട് ലെവലുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ നെറ്റ്വർക്കേ ചെയ്യൂ എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ മുഖാന്തരം ഇപ്പോഴും രണ്ടാമതും നമ്മുടെ കൂടെ അദ്ദേഹം ബിസിനസ്സിൽ വന്നിട്ടുണ്ട്. ഒരു 3 മാസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ നമ്മുടെ കൊച്ചിയിലെ MD വന്ന ഒരു പ്രോഗ്രാമിൽ എനിക്കും പങ്കെടുക്കാനുള്ള ഒരു അവസരം നമ്മുടെ ലീഡേഴ്സ് ഒരുക്കി തന്നു. അന്ന് പങ്കെടുത്തപ്പോ ഞാൻ ഉറപ്പിച്ചു. അതിനു മുമ്പ് എല്ലാവരും പറയും ലീഡേഴ്സ്, രഞ്ജിത്ത് സാറിന് സ്റ്റാർട്ടിങ് ഞാൻ എങ്ങനെ നിന്ന്. അന്ന് MD പങ്കെടുത്ത പ്രോഗ്രാമിൽ വെച്ച് ഞാൻ തീരുമാനമെടുത്തു. പിറ്റേ ദിവസം തന്നെ രഞ്ജിത്ത് സാറിനെ കോണ്ടാക്ട് ചെയ്തു. ഞാൻ വരുന്നുണ്ട് സാറേ എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നു. ഞാൻ, അഭിലാഷ് സാറ്, സുധീത് സാറ്, ഡാനിസ് സാറ്, അങ്ങനെ ഞങ്ങൾ പോയി. അദ്ദേഹം ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നു. അപ്പൊ അദ്ദേഹം പുതിയൊരു അക്കാദമി സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു 2-3 ദിവസം ജനുവരി കഴിയട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ജനുവരിയായി, ഫെബ്രുവരി, മാർച്ചായി അദ്ദേഹം നമ്മൾ ശല്യം ചെയ്യുന്നില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഡാനിസ് സാറിനെ കൊണ്ട് വീണ്ടും ഞാൻ വിളിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 2 പേരോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് കൂടിയുണ്ട്, സുനിൽ സാറേ, അന്ന് നമ്മുടെ ഒപ്പം ഉണ്ടായ 1500 പേര് ഇപ്പോഴും അതുപോലെ തന്നെ എന്റെ കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ ബന്ധങ്ങളിലൂടെ ബിസിനസ് ഡെവലപ്പ് ആണെന്ന് കണ്ടോ, ബന്ധങ്ങളിലൂടെ. അപ്പൊ ഇപ്പം നമുക്കിപ്പോ ഓരോരുത്തരും നമ്മൾ റെസിഡൻസ് അസോസിയേഷനിൽ അംഗത്വമുള്ള ആളവരല്ലേ. അപ്പൊ റെസിഡൻസ് അസോസിയേഷനിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവൂലേ, ആ ഗ്രൂപ്പിലൊക്കെ നമ്മൾ ആക്റ്റീവ് ആവണം. ആ ഗ്രൂപ്പിലുള്ള ഒരു 300 കുടുംബങ്ങളോ അല്ലെ എത്രയാണോ കുടുംബങ്ങൾ, ആ കുടുംബങ്ങളിലെ മുഴുവൻ പേരും ആ റെസിഡൻസിൽ ഉണ്ടാവുമല്ലോ. ആ റെസിഡൻസ് അസോസിയേഷനിൽ ആ ഗ്രൂപ്പുകളിലെല്ലാം നമ്മൾ അഭിപ്രായങ്ങൾ പറയണം, നല്ല നല്ല നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം. അവിടുത്തെ പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കണം, അവർ വിളിക്കുന്ന മീറ്റിങ്ങുകളിലൊക്കെ അടക്കുന്നു പോകണം. അപ്പൊ അവിടങ്ങളിലൊക്കെ എത്ര ബന്ധങ്ങൾ നമുക്ക് കിട്ടും. അവിടെയെല്ലാം നമ്മളൊരു പോസിറ്റീവായ ഒരു സമീപനത്തോടു കൂടി, നല്ല സ്നേഹത്തോടു കൂടി, ബിസിനസ്സിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ജീവിക്കുന്നവരല്ലേ, അങ്ങനെ അതിൽ വേണം. നമുക്ക് റീയൂണിയനുകൾ ഇപ്പോൾ ഉള്ള ഒരു കാലമല്ലേ. റീയൂണിയനുകളിൽ എത്രയോ അംഗങ്ങൾ ഉണ്ടാവും, അവരൊക്കെ റിലേഷൻ ഗ്രൂപ്പുകളിൽ. നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ സജീവമാവണം. ഇൻസ്റ്റഗ്രാമുകളിൽ, ഫേസ്ബുക്കുകളിൽ താല്പര്യമുണ്ടെങ്കിൽ അതിൽ സജീവമാകണം, ഇല്ലേ. നമ്മളിപ്പോ എല്ലാം ഈ കേരളത്തിനകത്ത് നമുക്കറിയാം, ജാതി സംഘടനകളും മതസംഘടനകളും ഇതിലെല്ലാം നമ്മളും അംഗങ്ങളാണ്. എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും അതിലൊക്കെ നമ്മൾ അംഗങ്ങളാണ്. അതിലുള്ള വ്യക്തിത്വങ്ങളുമായി നമുക്ക് പരിചയങ്ങളും ബന്ധങ്ങളും കൂടുതൽ ഊട്ടിയുറപ്പിക്കണം, അല്ലെ. നമ്മുടെ അയൽവാസികളെ കാണുമ്പോൾ എന്താണ്, നമ്മൾ സ്നേഹത്തോട് പെരുമാറുന്നില്ലേ, അവരോടുള്ള ബന്ധങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, BJP ഉണ്ട്, അതിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് നമുക്ക് ബന്ധമില്ലേ, അവരെയൊക്കെയുള്ള ബന്ധങ്ങൾ നമ്മൾ കൂട്ടിയുറപ്പിക്കണം. അവരുടെയൊക്കെ നമ്പറുകൾ എഴുതി വെക്കണം, ഇല്ലാത്ത നമ്പറുകൾ വാങ്ങണം. അപ്പൊ നമുക്കൊരാളെ പരിചയപ്പെട്ടാൽ ആ പരിചയപ്പെട്ട ആളോട് സ്നേഹത്തോടുകൂടി സഹവർത്തിത്വത്തോടുകൂടി സംസാരിക്കുകയും ആ വ്യക്തികളുമായിട്ടുള്ള അടുപ്പം കൂട്ടിയെടുക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് നമ്മൾ
കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. നമ്മളെങ്ങനെ ഒരാളെ പരിചയപ്പെടുന്നു അല്ലേ? നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ മഴയത്ത് ബസ് സ്റ്റോപ്പിൽ കയറി നിന്നു അല്ലേ? അവിടെ ഇപ്പൊ 2-3 പേരുണ്ടാവും. അപ്പൊ നമുക്ക് ഒരാളെ എങ്ങനെ സംസാരിക്കണം, നമുക്ക് ഒരു പരിചയമില്ല, എന്ത് ചെയ്യുന്നല്ല, എങ്ങനെ നമ്മൾ തുടങ്ങണം? എന്തു മഴയാണല്ലേ, ഓഹ് നല്ല മഴ എന്ന് പറയുമ്പോ ആ വ്യക്തിയും പറയൂലേ ശരിയാണ് നല്ല മഴയെന്ന്, ഇല്ലേ? നല്ല മഴയാണ്, കൊടയെടുക്കാൻ മറന്നുപോയി നീ, ഞാനും കൊടയെടുക്കാൻ മറന്നുപോയി, അല്ലെ? അപ്പൊ എവിടെയാണ് വീട്, എവിടെയാണ്? ഇന്നെടുത്ത വീട്, പേരെന്താണ്? ആരൊക്കെ ഉണ്ട് വീട്ടില്? അപ്പൊ ഒന്ന് പരിചയപ്പെട്ടു അല്ലെ? അപ്പൊ നമ്മൾ പരിചയപ്പെടുമ്പോ നമുക്കറിയാം അങ്ങനെ നിരവധി ആളുകളെ പരിചയം. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്പർ മേടിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്പർ വാങ്ങിക്കും. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ അല്ലെ, അങ്ങനെ നമ്മൾ ഓരോ പരിചയങ്ങളും ബന്ധങ്ങളും കൂട്ടി കൊണ്ടുപോകാൻ നമ്മുടെ ഡയറിയിലേക്ക് അത്തരം പേരുകൾ ചേർത്ത് വെക്കണം, അല്ലെങ്കിൽ മൊബൈലിലേക്ക് സേവ് ചെയ്ത് വെക്കണം. അപ്പോ ഇപ്പൊ നമുക്കറിയാം ഇന്നിപ്പോ അതിഗംഭീരമായ ഒരു ട്രെയിനിങ് നടക്കണം. മുമ്പ് ചെയ്ത ബിസിനസ്സിൽ നെട്ടൂരിൽ ഞങ്ങൾ അതിശക്തമായ ഒരു പ്രാദേശിക ടീം എന്റെ നേതൃത്വത്തിൽ, എന്റെ അനിയൻ സുധിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു. ഒരു അത്യുജ്വലമായ ടീം. അതിന് ഞങ്ങൾ എല്ലാവിധ പ്രോഗ്രാമുകളും വെച്ചു. BOP സെന്ററുകൾ സ്റ്റാർട്ട് ചെയ്തു, ട്രെയിനിങ് സെന്ററുകൾ സ്റ്റാർട്ട് ചെയ്തു. ചെറിയ രീതിയിലാണ് ട്രെയിനിങ് സെന്ററുകൾ സ്റ്റാർട്ട് ചെയ്തു. കൊച്ചിൻ ഇന്റർനാഷണൽ ഗ്രൂപ്പ് എന്ന സിസ്റ്റത്തിന് കീഴിൽ എല്ലാ ആഴ്ചയിലും നിരവധി പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. BOP പ്രോഗ്രാമുകൾ ഡെയിലി ഉണ്ടായിരുന്നു. ആഴ്ചയിൽ ശനിയാഴ്ച ഇതുപോലെ ട്രെയിനിങ്ങുകൾ ഉണ്ടായിരുന്നു. കോർപ്പറേറ്റ് ആ ട്രെയിനിങ്ങുകളിൽ എല്ലാത്തിലും പങ്കെടുത്തുകൊണ്ട് നമ്മളും ചേർന്ന് നിന്നുകൊണ്ട് ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്തു. പക്ഷെ ആ ഡെവലപ്പ് ചെയ്ത ടീമെല്ലാം ഒരു പവർ സൈഡിൽ തന്നെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അന്ന് നമുക്ക് ഈ പോസ്റ്റിങ്ങിന്റെ പ്രത്യേകത ഒന്നും അറിയില്ലായിരുന്നു. ഈ ബിസിനസ്സിൽ ആദ്യമായി ചുവടുവെച്ചത് കൊണ്ട് കുറെ കാര്യങ്ങൾ നമുക്ക് അറിവില്ലാത്തതുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ അറിവില്ലാത്ത മേഖലകൾ അറിഞ്ഞു മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു. ഇപ്പൊ എല്ലാം അറിഞ്ഞു പഠിച്ചു എന്നല്ല ഈ പറയണത്. ഇതൊരു കടലാണ്, കടൽ പോലുള്ള സബ്ജക്റ്റ് ആണ്. എന്നാൽ വളരെ സിമ്പിൾ ആണ്. നമ്മളൊന്ന് ശ്രമിച്ചാൽ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്, ഡയറക്ട് മാർക്കറ്റിംഗ് ആണ്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. നിങ്ങൾക്കെല്ലാം അറിവുള്ളവരാണ്, എന്നേക്കാൾ അറിവുള്ളവരാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് എന്ന് എനിക്ക് വളരെ വ്യക്തമായി അറിയാം. ഞാൻ വളരെ നിസ്സാരനാണ്. ഞാൻ നേരത്തെ പറയുന്ന പോലെ ചിലപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എനിക്ക് കിട്ടിയ അനുഭവങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. അന്ന് ആ ട്രെയിനിങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്കൊരു വീക്ക് സൈഡ് പവർ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മളൊരു സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ കയറിയാലേ വരുമാനം വരുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ കൺസെപ്റ്റ് പോലെ ഞാൻ ചെയ്ത കൺസെപ്റ്റില് കുറവുള്ള സ്ഥലത്ത് സെയിൽ കയറിയാൽ വരുമാനം. നമ്മുടെ ഇത് കൺസെപ്റ്റിൽ അങ്ങനെയല്ല, രണ്ട് സൈഡിലും സെയിൽ കയറണം എന്നുള്ളതാണ് ഒരേ ടൈം. അപ്പന ഫാമിലി പ്രൊഡക്ട്സ് അങ്ങനെ വ്യത്യാസമുണ്ട്. അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അപ്പൊ എന്റെ വീക്ക് സൈഡിൽ നിന്ന് ആളുകൾ ട്രെയിനിങ്ങുകളിലും സെയിലും വെച്ചാലേ എനിക്ക് വരുമാനമുള്ളൂ. ഒരു സൈഡിൽ ഇങ്ങനെ ടീം പുറകോട്ട് കയറി നമുക്ക് കയറ്റി വിട്ടു, എല്ലാ ബന്ധങ്ങളും പോസിറ്റീവ്. അപ്പൊ വീക്ക് സൈഡിലേക്ക് ഒരു ട്രെയിനിങ് സെന്ററിൽ NDOP ആരും പങ്കെടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല. ഞാൻ മാത്രം ഉണ്ടാവും ചിലപ്പോ. എല്ലാ ശനിയാഴ്ചയും നില നമ്മൾ പോകും, അവിടെ ഫീസ് അടക്കണം, ജോലി കളഞ്ഞിട്ടില്ല നിൽക്കണം. ജോലി പാർട്ട് ടൈം ചെയ്യപ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ അങ്ങനെ ബന്ധങ്ങളിലൂടെ കടന്നു വന്ന ഒരു രഞ്ജിത് സാർ, അതുപോലെ ചില ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കൾ കടന്നു വന്നാണ് എനിക്ക് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയത്. മനസ്സിലായ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ കിട്ടുന്ന ബന്ധങ്ങളെ കൂടുതൽ നമ്മൾ ചേർത്ത് നിർത്തുക. എന്നിട്ട് സെലക്ട് ദ പേഴ്സൺ. നമ്മളെപ്പോഴും നമ്മുടെ എന്റെ ഊണിലും ഉറക്കത്തിലും ഏത് കാര്യത്തിനകത്തും നമ്മുടെ ശ്രദ്ധ ഒരാളെ കണ്ടാൽ എങ്ങനെ ഇയാള് ഡയറക്ട് മാർക്കറ്റിംഗിൽ ശോഭിക്കും, അല്ല ഇയാളെ കൊള്ളാം, ഏത് ആളായിക്കോട്ടെ നമ്മൾ അങ്ങനൊരു ആംഗിളിൽ നമ്മൾ നോക്കും, ഇയാൾ കൊള്ളാല എന്ന്. അപ്പൊ നമ്മളെപ്പോഴും ഇങ്ങനെ പരിശോധനകളാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മനനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബന്ധങ്ങൾ ഉപയോഗിച്ച് വരുന്ന സെയിലുകളാണ് ഇതെല്ലാം. മനസ്സിലായ? അപ്പൊ എന്തായാലും എനിവേ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു അവസരം എനിക്കിവിടെ പ്രദാനം ചെയ്തതിന്. പ്രത്യേകിച്ച് മനോജ് സാറിനോടും ഡാനി സാറിനോടും അഭിലാഷ് സാറിനോടും ഒക്കെ ഉള്ള നന്ദി കടപ്പാടും അറിയിക്കുകയാണ്. ഞാൻ വളരെ ചുരുങ്ങിയ കാലം മാത്രമേ ഇതിനകത്തേക്ക് കടന്നു വന്നിട്ടുള്ളൂ. വളരെ ചെറിയ സമയം മാത്രമാണ് ഈ രംഗത്ത് ഞാൻ വിനിയോഗിക്കുന്നത്. കാരണം എൻ്റെ ജോലിയും ഒക്കെ ബന്ധപ്പെട്ട് പൊതുരംഗത്തുള്ള കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്. കുറെ കാര്യങ്ങൾ ഇന്നിപ്പോ ഒഴിഞ്ഞൊഴിഞ്ഞ് വരാൻ ശ്രമിക്കണേ. കാരണം കുറച്ചധികം സമയം ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലൊന്ന് നേട്ടങ്ങൾ കൊയ്യാൻ കഴിയൂ. എന്നാലും ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിട്ടുപോരാൻ
ചില ബന്ധങ്ങളിലൂടെ നമ്മൾ നിൽക്കുന്നതാണ്. അത് അവിടെ നിന്ന് വിട്ടുപോരാനൊക്കെ കുറച്ച് പ്രയാസമുണ്ട്. എന്നാലും കുറച്ചധികം സമയം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്കറിയാം, ഇപ്പൊ ഒരു കോൺടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കറിയാം, ഒരു തായ്ലൻഡ് ട്രിപ്പ് നമുക്കായിട്ട് നമ്മുടെ ലീഡേഴ്സ് വളരെ ചെറിയൊരു ടാർഗറ്റാണ് തന്നിട്ടുള്ളത്. കഴിഞ്ഞ തായ്ലൻഡ് ട്രിപ്പില് അതിന്റെ അറ്റപ്പറ്റ വന്ന് തട്ടി വീണ ഒരാളാണ് ഞാൻ. എന്തായാലും ഈ ഒരു തായ്ലൻഡ് ട്രിപ്പ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും വിചാരിച്ചു കഴിഞ്ഞാൽ അച്ചീവ് ചെയ്യാൻ കഴിയുന്ന ഒരു വളരെ ചെറിയ ഒരു ടാർഗറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പാകത്തിനുള്ള ഹെൽപ്പിംഗ് മെന്റാലിറ്റി, നമ്മളോട് സ്നേഹവായ്പുള്ള, കരുണയുള്ള, എല്ലാവരെയും എളിമയോടും സ്നേഹത്തോടും കൂടി കാണുന്ന ലീഡേഴ്സ്, നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറ് ഇപ്പോ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. മനോജ് സാറിനൊക്കെ പോലെ ഒരു എത്രയും സ്നേഹത്തോടും എളിമയോടും ചിരിച്ച് സന്തോഷത്തോടുകൂടി എല്ലാവരെയും സ്വന്തം സഹോദരി സഹോദരന്മാരെ അല്ലെ കൂടപ്പിറപ്പുകളായി കാണുന്ന ഒരു മനോഭാവം, ആ മനോഭാവമാണ് അദ്ദേഹത്തെ വിജയത്തിൽ കൊണ്ടെത്തിച്ചത്. എഡാരി സാറിനെ പറ്റി പറഞ്ഞാലും അങ്ങനെയാണ്. ഞാൻ പുകഴ്ത്തി പറയണല്ല, ഇത് നമ്മൾ ഓരോരുത്തരും പാലിക്കേണ്ട കാര്യമായതുകൊണ്ട് പറയണതാണ്. അപ്പൊ ഞാൻ മനോജ് സാറിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല, പക്ഷെ അത് റിയൽ ആയ ഒരു കാര്യമാണ്. ഇപ്പൊ ഡാനിയൽ സാറിനെ സംബന്ധിച്ചാണെങ്കിലും ഇത്രയും ഒരു തികഞ്ഞ, എന്താ പറയാ, ഒരു ഒരു ഇതും പറയാനില്ല അദ്ദേഹത്തെ പറ്റി. ബിജുക്കുട്ടൻ പറഞ്ഞിട്ട് ഒന്നും പറയാനില്ല. അത്രയും നല്ല വ്യക്തിത്വത്തിനോടമ. അഭിലാഷ് സാറാണെങ്കിലും, ഇപ്പൊ എന്റെ സഹോദരൻ സുധിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ പഞ്ചഭാവങ്ങൾ ആണ്. അഭിലാഷ് സാറും അതെ, വളരെ സ്നേഹത്തോടുകൂടി തന്നെ നമ്മളോട് എപ്പോഴും, നമ്മളൊരു തെറ്റ് ചെയ്താലും, ഒരു പെശക് തെറ്റിയാലും വളരെ ചിരിച്ചുകൊണ്ട് അത് നമ്മളെ തിരുത്തും. നമ്മുടെ പോസിറ്റീവ് വശങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മുടെ നെഗറ്റീവ് വശങ്ങൾ പറയുന്നത്. ഇപ്പൊ ഞാനിത്തിരി സംസാരം കൂടുതലുള്ള ആളാണ്. ഇന്നലെ തന്നെ ഒരു കാര്യം പലപ്പോഴും തിരുത്താറുണ്ട്. ഇന്നലെ പറഞ്ഞു, സുനിച്ചേറിന്റെ മുമ്പ് ഇന്ന് സംസാരത്തിൽ ഇത്തിരി കൂടുതൽ സംസാരിച്ചില്ലേ, കുഴപ്പമില്ല, സംസാരിച്ച് ഇത്തിരി കൂടുതൽ സംസാരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പൊ എന്തായാലും ഈ രംഗത്ത് കടന്നു വന്ന മുഴുവൻ പേർക്കും നിങ്ങളുടെ ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ ബന്ധങ്ങളിൽ മിടുക്കന്മാരായ ആളുകളെ ഈ രംഗത്തേക്ക് കടത്തിക്കൊണ്ടുവന്ന അവരെ ഈ സിസ്റ്റത്തിലൂടെ കടത്തിവിട്ട് ഈ ബിസിനസിന്റെ രീതികളും കാര്യങ്ങളും പഠിപ്പിച്ച് അവരെ വലിയ വലിയ അച്ചീവ്മെന്റ്സിലേക്ക് കൊണ്ടുവരാൻ അവരെയൊക്കെ പ്രാപ്തരാക്കിക്കൊണ്ട് നമ്മളും ഒരു വിജയപഥത്തിൽ എത്താൻ നമുക്കും കഴിയും. അങ്ങനെ കഴിയുമാറാവട്ടെ. അങ്ങനെ കഴിയാൻ സാധാരണക്കാരനായ ആൾക്കാർ അസാധാരണക്കാരായി മാറാൻ കഴിവുള്ള ഏറ്റവും നല്ലൊരു ഇൻഡസ്ട്രിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി. അനേകം രാജ്യങ്ങളിൽ അത് തെളിയിക്കപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിലും ഈ അൺഎംപ്ലോയ്മെന്റ് ഉൾപ്പെടെ പരിഹരിക്കാനും നമ്മുടെ സ്ത്രീകൾക്കുൾപ്പെടെ നല്ല വരുമാന രംഗത്തേക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു ബിസിനസ് രംഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെന്റ് എല്ലാ തരത്തിലുള്ള അംഗീകാരങ്ങളും തന്നിട്ടുണ്ട്, ലീഡേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട്, സിസ്റ്റം ഉണ്ട്, എല്ലാം ഉണ്ട്. ഒന്ന് ഇറങ്ങി വർക്ക് ചെയ്ത് എല്ലാവർക്കും ഈ രംഗത്ത് വിജയിക്കാൻ കഴിയും. അങ്ങനെ വിജയിക്കാൻ കഴിയുമാറാവട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സുനിൽ സാർ. ഇപ്പൊ സാറ് റിലേഷനൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു? ഇപ്പൊ ബസ് സ്റ്റോപ്പിൽ ബസ് കയറാൻ നിൽക്കുന്ന ആളുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടാക്കുക, അതെങ്ങനെ പ്രയോജനപ്പെടുത്താം? അതുപോലെ നമ്മൾ എവിടെ നിന്നാലും നമുക്ക് അവിടെ ഒരാളായിട്ട് എങ്ങനെ കയറി, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും നിന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഓടിപ്പോനെ, അയ്യോ എന്നെ സാറ് എപ്പോഴും പറയും, നീ ഇതെങ്ങോട്ടോ ഓടിപ്പോണ് എന്ന് ചോദിക്കാറുണ്ട് എന്റെ അടുത്ത്. അപ്പൊ ഞാൻ ഓർക്കാപ്പുറത്തേക്കും ചിലപ്പോ ഒരു വ്യക്തിനെ വിളിച്ചിട്ട് വരണേ, അതെ ആ പ്രോഡക്റ്റ് ഒന്ന് വേഗം പരിചയപ്പെടുത്തി കൊടുത്തേ എന്ന് പറഞ്ഞിട്ട് ഒരാളെ വിളിച്ചുകൊണ്ടുവരുന്നത്. അപ്പൊ അതുപോലെ അപ്പൊ അങ്ങനെ നമുക്ക് റിലേഷനുകൾ ചെയ്യാൻ പറ്റും എന്ന് സാറ് പറഞ്ഞു. അപ്പൊ സാറ് കുറച്ച് സമയമായിട്ടുള്ള ബിസിനസ്സിലേക്ക് വന്നെങ്കിൽ അതൊക്കെ പാവത്താനെ പോലെ ഇങ്ങനെ പറഞ്ഞെങ്കിലും സാറൊരു പുലിയാണേ. സുനിൽ സാറിന്റെ ഒരു പുലി തന്നെയാണ് കേട്ടോ. സാറ് അങ്ങനെ പുലികൾ പതുങ്ങുമെന്ന് പറയില്ല, അത് മാതിരി ചുമ്മാ പറഞ്ഞതാണ് ഒരു പാവമായിട്ട്. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. സാറ് ബിസിനസ്സിൽ വലിയൊരു വമ്പൻ പുലി തന്നെയാണ്. ആ കുറഞ്ഞ സമയങ്ങളിൽ തന്നെ സാറ് നല്ലൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ നമ്മുടെ ഗ്രൂപ്പുകളിലെ കൂടെ എങ്ങനെ നമുക്ക് റിലേഷൻ ഇതാക്കി എടുക്കാന്നൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നല്ല ഗംഭീര ക്ലാസ് തന്നെയായിരുന്നു, നല്ല മോട്ടിവേഷനും കൂടി ആയിരുന്നു. പിന്നെ